ചെസ്മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിച്ചു തുടങ്ങുകയാണ്. 1 മിനിറ്റിൻ്റെ കളികളാണ്. ഏറ്റവും പെട്ടെന്ന് ആരൊക്കെ ജയിക്കുന്നു, എനിക്ക് കുറേ ജയിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. ജയിക്കാൻ പറ്റുമായിരിക്കും. ബ്ലണ്ടർ കുറേ കാണിക്കാതെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ബ്ലണ്ടർ കാണിക്കും, കാരണം മിനിറ്റുകൾക്ക് ഭയങ്കര പ്രാധാന്യമുള്ള കളിയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. എത്ര കളികൾ നമ്മൾ പോകുന്നതെന്നൊന്നും അറിയാൻ വയ്യ. ഒന്ന് നോക്കാം എത്ര കളികൾ കളിക്കാൻ സാധിക്കുമെന്ന്. എന്തായാലും 1 മിനിറ്റിൻ്റെ കളികളാണ്. അടിപൊളിയായിട്ട് കണ്ടിട്ട് പോരാം. ഇതിൽ ഇനി 30 സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ബ്ലാക്ക് സൈഡാണ് കേട്ടോ. ബിഷപ്പിനെ ആക്രമിക്കാൻ വരുന്ന വരവ് കണ്ടോ. നമ്മൾ ബിഷപ്പിനെ വിട്ടുകൊടുക്കുന്നു, ബിഷപ്പിനെ വെച്ച് വെട്ടുന്നു, റൂട്ട് ഒഴുക്കുന്നു. ഓക്കെ, നൈറ്റിനെ കൊണ്ടുവന്ന് അടുത്ത അറ്റാക്കിനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. നൈറ്റിനെ ഇപ്പോൾ ഞാൻ തള്ളിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ട് ചെല്ലുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം 27 സെക്കൻഡ്, 19 സെക്കൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജയം അരികിലില്ല കേട്ടോ. ഓക്കെ, 23 സെക്കൻഡ് കൂടെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ കളി എങ്ങനെ പോകുന്നു നമുക്ക് അവസാനം പോയി കാണാം. ഈ കളി നമുക്ക് ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്ലണ്ടർ കാണിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും ആളെ ഇറക്കിയിട്ടുണ്ട്. നൈറ്റിനെ നമ്മൾ അറ്റാക്കിലേക്ക് വരാനുള്ള പ്ലാനുണ്ട്. പക്ഷേ നമുക്ക് നൈറ്റിനെതിരെ വേറൊരു അറ്റാക്ക് കൊടുക്കേണ്ടതുണ്ട്. നൈറ്റിനെതിരെ മറ്റൊരു അറ്റാക്ക്. നൈറ്റ് വെട്ടിയിട്ടുണ്ട്. നൈറ്റിനെ വെച്ച് അടുത്ത അറ്റാക്ക്. നൈറ്റിനെ തന്നെ അറ്റാക്ക്. 2 ചാൻസാണ് എതിരെ ഉള്ളത്. മന്ത്രി വെച്ച് വെട്ടാം, നൈറ്റ് വെച്ച് വെട്ടാം, റൂക്ക് വെച്ച് വെട്ടാം. 2-3 ചാൻസ് ഉണ്ട്. നൈറ്റിനെ നമ്മളൊരു സാക്രിഫൈസ് ചെയ്യുകയാണ്. എന്തായാലും വെട്ടുന്നില്ല. നൈറ്റ് വെച്ച് അടുത്തൊരു അറ്റാക്ക് നമ്മൾ കൊടുക്കുന്നു. നൈറ്റ് വെച്ച് ക്യൂവിനെതിരെയും കിങ്ങിനെതിരെയും അറ്റാക്ക്. യെസ്, ടൈം ഔട്ട് ആയിരിക്കുന്നു. നമ്മൾ ജയിച്ചിരിക്കുന്നു. ആദ്യത്തെ കളി നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കളി ഇനി അങ്ങനെ ആരെടുക്കുമെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ കളിയിലേക്ക് കിടക്കാം. രണ്ടാമത്തെ കളി 1 മിനിറ്റ് കളിയാണ്. 1 മിനിറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 ആൾക്കാരെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വെട്ടുകൾ നടക്കുന്നുണ്ട്. ബിഷപ്പിനെ ഇറക്കുന്നുണ്ട്. നമ്മൾ പഴയതുപോലെ തന്നെ പഴയ പ്ലാനോട് തന്നെ ബിഷപ്പിനെ എടുത്ത് നൈറ്റിൻ്റെ മൂലയ്ക്ക് കൊണ്ട് വെച്ചിട്ടാണ് ബിഷപ്പിനെ കൊണ്ട് അടുത്ത് നമ്മൾ നൈറ്റിനെ ഇറക്കുന്നു. നൈറ്റിനെ ഇറക്കിയിട്ട് കാസ്ലിംഗ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. എതിരാളിയും നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. നൈറ്റിനെ ഇറക്കിയ സമയം കൊണ്ട് തന്നെ നമ്മൾ കാസ്ലിംഗ് ചെയ്തിട്ടുണ്ട്. അടുത്ത മൂവ്മെൻറ്റിൽ ഒരു ചെക്ക് വിളിക്കാൻ സാധ്യത നോക്കുന്നുണ്ട്. യെസ്, പുള്ളി ബിഷപ്പിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് റൂക്കിനെ സെൻട്രലോട്ട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി കാസ്ലിംഗ് ചെയ്തു. ഓക്കെ, കാസ്ലിംഗ് ചെയ്തു. എന്തായാലും 32 സെക്കൻഡ് പുള്ളിക്കും 44 സെക്കൻഡ് എനിക്കുമുണ്ട് ബാക്കി. ഏകദേശം നൈറ്റ് വെച്ചുള്ള അറ്റാക്കിലേക്ക് കിടക്കുകയാണ്. നൈറ്റ് വെച്ച് ഇനി വല്ലതും ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ടല്ലോ. റൂക്കിനെ നമ്മൾ ഏകദേശം നല്ല പൊസിഷനിൽ ഇരിക്കുകയാണ്. റൂക്ക് സെൻട്രലിലുണ്ട്. ഓക്കെ, നമ്മൾ നൈറ്റിനെതിരെ അറ്റാക്കുമായിട്ട് വന്നിട്ടുണ്ട്. മന്ത്രി വെച്ച് നൈറ്റിനെ എടുത്തിട്ടുണ്ട്. കുതിരയുടെ തല വെട്ടിയിട്ടുണ്ട് നമ്മൾ മന്ത്രിയെ വെച്ചിട്ട്. ഇനി മന്ത്രിയെ വെച്ചിട്ട് വേറൊരു മൂവ്മെൻറ്റ് അവിടെ നടക്കത്തില്ല. മൈ ഗോഡ്, മന്ത്രിയെ നമ്മൾ കൊടുത്തു കളഞ്ഞു. കാരണം മന്ത്രിയെ തന്നു. നമ്മൾ അതുപോലെ അവരുടെ മന്ത്രി നമ്മൾ എടുക്കുന്നു. നൈറ്റിനെ എടുക്കുന്നു. ബിഷപ്പിനെയെല്ലാം തുരുതുര വെട്ടക്കമാണ് കേട്ടോ. വെട്ടി ഒരുവിധം ബോർഡ് ക്ലീൻ ആക്കാനാണ് എൻ്റെ പ്ലാൻ. അടുത്ത നൈറ്റിനെ ഇറക്കുന്നു. എല്ലാ റൂട്ടും എന്തായാലും ബിഷപ്പിനെ മാറ്റിയിട്ട് നൈറ്റിനെ എടുക്കാം. ബിഷപ്പിനെ മാറ്റി അടുത്ത സ്റ്റെപ്പ് നൈറ്റിനെ ഇറക്കുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ഒരു ഓടിക്കളിക്കാനുള്ള ഗ്രൗണ്ട് വേണമല്ലോ. യെസ്, നൈറ്റിനെ ഇറക്കി. ഇനി അടുത്ത റൂക്കിനെ സെൻട്രലോട്ട് കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട്. ഈ കളിയും നമ്മൾ ജയിച്ചു. ടൈം ഔട്ട് ആയിട്ടുണ്ട്. പുള്ളി ഇച്ചിരി സ്ലോയില്ല കളിച്ച്. പുള്ളിയുടെ സ്റ്റോപ്പ് കുറച്ച് സ്ലോ ആട്ടാ. അടുത്ത മൂവ്മെൻറ്റ് അടുത്ത കളിയുമായി നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. 52 സെക്കൻഡ് 58 സെക്കൻഡ് തൊട്ട് ബാലൻസ് ഉണ്ട്. പുള്ളി ഓപ്പണിങ് തുടങ്ങിയിട്ടുണ്ട്. വൈറ്റ് സൈഡാണ് പുള്ളിക്ക്, ബ്ലാക്ക് സൈഡ് നമുക്ക്. ആദ്യം തന്നെ ക്യൂവിനെ കൊണ്ടുവന്ന് അറ്റാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നൈറ്റിനെ ഇറക്കിയിട്ട് ഡിഫെൻസ് ചെയ്യേണ്ടതുണ്ട്. അതിന് പകരം അടുത്തൊരു ബിഷപ്പ് വരുന്ന ടൈം നോക്കാം. ബിഷപ്പ് വരുന്നോ ഇല്ലയെന്ന്. ബിഷപ്പ് വന്നാൽ നൈറ്റിനെ ഇറക്കിയിട്ടൊരു കളിയുണ്ട്. ബിഷപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നൈറ്റിനെ ഇറക്കി നമ്മൾ ഡിഫെൻസ് ചെയ്യുന്നു. എന്തായാലും നൈറ്റിനെ വെച്ച് വെട്ടാം. ഇനി അടുത്തൊരു പ്ലാനുണ്ട് എനിക്ക്. ക്യൂവിനെതിരെ അറ്റാക്ക് നമ്മുടെ ബിഷപ്പ് വെച്ച് ക്യൂവിനെതിരെ അറ്റാക്ക് നമുക്ക് ബിഷപ്പ് വെച്ച് കൊടുക്കണമെന്നുണ്ട്. ബിഷപ്പ് വെച്ച് ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ക്യൂവിനെ പൂട്ടാനുള്ള പരിപാടി നമുക്ക് നോക്കാം. ക്യൂവിന് ഇനി എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാം. എന്തായാലും ആളെ വെട്ടാനൊക്കത്തില്ല, നൈറ്റിനെ വെട്ടാനൊക്കത്തില്ല, ബിഷപ്പിനെ വെട്ടാനൊക്കത്തില്ല. ഇനി അടുത്ത് വേറെ വെട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതേതാണ്. യെസ്, നമ്മൾ വെട്ടുന്നു. ബ്ലണ്ടറാണ് പുള്ളിക്കാരൻ കാണിച്ചത്. നമ്മൾ അടുത്ത ബിഷപ്പിനെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ആളെ ബിഷപ്പ് വെച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ബിഷപ്പ് കൊണ്ടുവന്ന് നമുക്ക് അടുത്ത് ചെക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ബിഷപ്പ് നമ്മുടെ അവിടെ സ്ഥലത്ത് ഇരിപ്പുണ്ടായതുകൊണ്ട് തന്നെ
ബിഷപ്പിനെ വെച്ച് ബിഷപ്പിനെ വെട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബിഷപ്പ് അവരുടെ ബിഷപ്പ് ഒഴിവുണ്ട്. എന്തായാലും അത് മാറ്റാൻ അവർ ഒരുക്കമല്ലല്ലോ. നൈറ്റിനെ മാറ്റിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ വെട്ടുന്നു, ബിഷപ്പിനെ എടുക്കുന്നു. ബിഷപ്പിനെ കയ്യോടെ കിട്ടിയ സ്ഥിതിക്ക് അടുത്ത സ്നേഹത്തോടെ അടുത്ത മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടി തുടങ്ങുകയാണ്. മന്ത്രിയെ ഇറക്കണം, ഇനി റൂക്കിനെ ഇറക്കണം, കാസ്റ്റിംഗ് ചെയ്യണം, ഉള്ള പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും ആളെ വെച്ചിട്ട് വെട്ടിയിട്ടുണ്ട്. ആളെ വെച്ച് വെട്ടിയ സ്ഥിതിക്ക് നൈറ്റ് വെച്ച് വെട്ടിയിട്ടുണ്ട്. ഒന്നും പേടിക്കാനില്ല. അടുത്ത ആളെ ഇറക്കിയിട്ടുണ്ട്. 8 സെക്കൻഡ് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. ഈ കളി നമ്മൾ തോക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക ഈ കളി എങ്ങനെ തോക്കും. യെസ്, നൈറ്റിനെ എടുത്തു. അടുത്ത നൈറ്റ് ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആളെ വെട്ടി റൂക്കിനെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയുണ്ട് എനിക്ക്. എന്ത് ചെയ്യും, എന്ത് നടക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. യെസ്, നൈറ്റിനെ എടുക്കണോ റൂക്കിനെ എടുക്കണോ? യെസ്, നൈറ്റിനെ തന്നെ ആദ്യമേ എടുത്തു. ഓ, ഈ കളി നമ്മൾ തോറ്റിരിക്കുന്നു. ഈ കളി നമ്മൾ ജയിച്ചിരിക്കുന്നു. ടൈം ഔട്ട്. നമ്മളല്ലല്ലോ